ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വീണ്ടും ഒരു ബ്രൈഡൽ മേക്ക് ഓവർ വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. കുറേ നാൾക്ക് ശേഷമാണ്, അതായത് വർഷത്തിൽ ഒന്ന് എന്ന രീതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇത് നോക്ക്, ലെൻസ് വെച്ചപ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം ഉണ്ടായിരുന്നു. നമ്മൾ വന്നിരിക്കുന്നത് സ്ഥിരം നമ്മുടെ ഷെബ്നാസ് ബ്രൈഡൽ മേക്ക് ഓവർ സ്റ്റുഡിയോയിലാണ്. മുമ്പ് പറഞ്ഞിട്ടുള്ള പോലെ തന്നെ ഇത് പൈസ കൊടുത്ത് നമ്മൾ ചെയ്യിക്കുന്നതൊന്നുമല്ല. ഷെബ്നാത്തേക്ക് സ്റ്റുഡൻസ് ഉണ്ട്. അപ്പം എനിക്ക് കുറച്ച് നല്ല ഫോട്ടോസും കിട്ടും. എൻ്റെ സഫലീകരിക്കാത്ത ആഗ്രഹം മോഡലിംഗ് അതൊക്കെ കുറച്ചൊക്കെ ഇങ്ങനെയൊക്കെ നടക്കുകയും ചെയ്യും. പിന്നെ അവർക്ക് ഒരുക്കി പഠിപ്പിക്കാൻ ഒരാളെയും കിട്ടും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു വെഡ്ഡിങ് ലുക്കാണ്. ടെമ്പിൾ വെഡ്ഡിങ്, അതായത് ഹിന്ദു ബ്രൈഡ്സിന് ടെമ്പിൾ വെഡ്ഡിങ് എന്ന് പറഞ്ഞാൽ ആ റെഡ് സാരിനെക്കാട്ടി എനിക്ക് ഭയങ്കര ഇഷ്ടം സെറ്റ് മുണ്ടിൽ ചെയ്യുന്നത്. അപ്പം ആ ഓർണമെൻറ്റ്സിൻ്റെ ഒക്കെ ഒരു ഭംഗി നോക്കി എന്താ രസം. അതുപോലെ നല്ല അടിപൊളി മേക്കപ്പ്. ഇത് കുറേ നേരം ലോങ് ലാസ്റ്റ് ചെയ്തിട്ട് ഞങ്ങൾ രാവിലെ ചെയ്തിട്ട് ഞാൻ രാത്രിയായിരിക്കും നല്ലതായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ കുറേ ഫോട്ടോസൊക്കെ ഉണ്ട്, എല്ലാം വരുന്നുണ്ട്. എനിക്ക് ഒരുപാട് ഇഷ്ടമായ ഒരു വെഡ്ഡിങ് ലുക്കായിരുന്നു ഇത്. അപ്പോൾ ഷെബിനാത്ത പറയുമായിരുന്നു, നീ സ്കിന്ന് കുറച്ചുകൂടെ കെയർ ചെയ്യണം. എനിക്ക് പിന്നെ പരിപാടിയേ ഇല്ല. മേക്കപ്പ് ഇട്ടിരിക്കുന്നതുകൊണ്ട് സ്കിന്നിൻ്റെ വൃത്തികേടെന്ന് പറയുന്നത് നന്നായിട്ട് കുരുവൊക്കെ വന്നിട്ട് ടാനൊക്കെ അടിച്ചിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം ഞങ്ങൾക്കൊരു കൺഫ്യൂഷൻ എന്താ വെച്ചാൽ, ഈ നെറ്റ് ചുറ്റി വേണോ അതോ ഈ നെറ്റ് ചുറ്റി വേണോ എന്നുള്ളതായിരുന്നു. കാര്യം ഇതിലേതാണ് ഇഷ്ടപ്പെട്ടത് നിങ്ങൾക്ക്? അവസാനം ചൂസ് ചെയ്തത് മറ്റേതായിരുന്നു കേട്ടോ. നല്ല നോസാണ്, നല്ല കണ്ണാണ്, നല്ല ഐബ്രോസാണ്. പക്ഷെ ആൾക്ക് നല്ലോണം ഡിസ്കളറേഷനോ സ്കിന്നൊന്ന് പ്രോപ്പറായിട്ട് കെയർ ചെയ്യണം കേട്ടോ. ഇതിൻ്റെ കണ്ണ് മൂക്കൊക്കെ കൊള്ളാം, പക്ഷേ സ്കിന്ന് കുളമാണെന്നാണ് ഷെബിനാഥ പറയുന്നത്. പക്ഷേ എന്ത് ചെയ്യാനാണ്, ഞാൻ ഇതൊന്നും കെയർ ചെയ്തില്ല. ഞാൻ മഴയായാലും വെയിലായാലും കുടയും വടിയൊന്നും ഇല്ലാതാണ് പോക്ക്. അതിൻ്റെ വൃത്തികൾ നല്ല രീതിയിൽ സ്കിന്നിൽ കാണാനുണ്ട്. പക്ഷേ എന്ത് ചെയ്യാനാ, ഇങ്ങനെ ഈ ഇന്നത്തെ കാലത്തും സ്കിൻ കെയർ ഒന്നും ചെയ്യാത്ത പെൺപിള്ളേരുണ്ടെങ്കിൽ അത് എന്നെപ്പോലത്തെ ഏതെങ്കിലുമൊക്കെ വസൂരിയായിരിക്കും. എന്ത് ചെയ്യാനാണ് ഗൈസ്, എനിക്ക് അതിനോടൊന്നും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് മടിയാണ് അതൊക്കെ ചെയ്ത് മെനക്കെട്ട് ചെയ്യാൻ. ഇപ്രാവശ്യം കെട്ടിയവൻ്റെ കാല് ശരിക്ക് പിടിക്കേണ്ട വന്നു ഇതിനായിട്ടൊന്ന് ഇറങ്ങാൻ വേണ്ടി. കരച്ചിലും പിഴിച്ചിലും വഴക്കും എല്ലാം കഴിഞ്ഞ് ആളെ ഒന്ന് സമ്മതിപ്പിച്ചിട്ട് വന്നിട്ടുള്ള ഇരിപ്പാണ്. ഇത്തരം ഹെവി മേക്കപ്പ് ഇട്ടാൽ സ്കിന്ന് വീണ്ടും നശിക്കുമെന്നാണ് പുള്ളിയുടെ ഒരു കണ്ടുപിടുത്തം. പക്ഷേ മേടിക്കേണ്ട കാര്യമില്ല, ഷെബിനകത്ത് യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും വേഗം പ്രോഡക്ട്സാണ്, ഡോണ്ട് വറി. ഓക്കെ. പിന്നെ എനിക്ക് ഈ പൊട്ടിൻ്റെ കാര്യത്തിലൊരു നല്ല സംശയം. എനിക്ക് ഈ പൊട്ടല്ലായിരുന്നു, ഈ റെഡ് പൊട്ടായിരുന്നു വേണ്ട. അവസാനം ഞാൻ റെഡ് പൊട്ട് വെച്ചു. ഓക്കെ ഗൈസ്, ഇതായിരുന്നു ഫൈനൽ ലുക്ക്. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. ഞങ്ങൾ അവസാനം ഒരു പാടത്തൊക്കെ പോയി ഫോട്ടോഷൂട്ടൊക്കെ ചെയ്തു. അതൊക്കെ ഞാൻ പയ്യെ ഇടാം. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. എനിക്കൊന്നും ഒരു മാറ്റാനേ തോന്നില്ലായിരുന്നു. പക്ഷേ ഒരു മാറ്റാതിരിക്കാൻ പറ്റില്ലല്ലോ. മേക്കപ്പ് ഞാൻ രാത്രി വരെ വെച്ചുകൊണ്ടിരുന്നു. ബാക്കിയെല്ലാം ഊരിയൊക്കെ കൊടുത്ത് എല്ലാം സെറ്റാക്കി. അടിപൊളി, സൂപ്പർ. എനിക്ക് ഒരുപാട് ഇഷ്ടമായി. നിങ്ങൾക്ക് ഇഷ്ടമായോ? കമൻറ്റ് ചെയ്യൂ പ്ലീസ്. ഓക്കെ, നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ. തിരിഞ്ഞു വന്നേണം ചിരിച്ചുകൊണ്ട്